ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസു സാദിസ് അഷ്റ 16ാമത്തെ പാഠം അഅ്ലമുൽ മുഅ്ജിസാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് എന്നെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം എന്താണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ഉത്തുബ ശ്രവിക്കാനിടയായി എന്ന് പറഞ്ഞാൽ കേൾക്കാനിടയായി എന്നാണ് മനസ്സിലാക്കുക. വലിയ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. ഖുർആൻ വചനങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇത് നിങ്ങൾ പറയുന്നത് പോലെ കവിതയോ മാരണമോ ജ്യോത്സ്യമോ ഒന്നുമല്ല. തീർച്ചയായും ഇതിനു മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട്. അദ്ദേഹം മക്കക്കാരോട് പറഞ്ഞു. ഉത്തുബ എന്താണ് മക്കക്കാരോട് പറഞ്ഞത്? ഖുർആന് നിങ്ങൾ പറയുന്നത് പോലെ കവിതയോ മാരണമോ ജ്യോത്സ്യമോ ഒന്നുമല്ല. അതിന് മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട്. അതാണ് ഉത്തുബ മക്കക്കാരോട് പറഞ്ഞത്. ഇസ്ലാമിനെ എതിർത്തിരുന്ന ഉത്തുബക്ക് ഖുർആനിൻ്റെ മഹത്വം അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഖുർആനെ എതിർത്ത ഒരാളായിരുന്നു ആര്? ഉത്തുബ. ഉത്തുബക്ക് ഖുർആനിൻ്റെ മഹത്വം അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വിശുദ്ധ ഖുർആനിൻ്റെ സാഹിത്യ മികവിനു മുൻപിൽ അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ മുഴുവനും മുട്ടുമടക്കി. വിശുദ്ധ ഖുർആനിൻ്റെ സാഹിത്യ മികവിനു മുന്നിൽ അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ മുഴുവനും മുട്ടുമടക്കിയിട്ടുണ്ട്. ഖുർആന് മുന്നിൽ മുട്ടുമടക്കി ആരാണ്? അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും ഖുർആനിൻ്റെ മഹത്വവും മനസ്സിലായിട്ടും അഹങ്കാരം മൂലം അവർ സത്യദീനിൽ പ്രവേശിച്ചില്ല. ഖുറൈശികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും ഖുർആനിൻ്റെ മഹത്വം ഒക്കെ മനസ്സിലായിട്ടും സത്യദീനിലേക്ക് അവർ പ്രവേശിച്ചില്ല. ഈ സന്ദർഭത്തിൽ ഖുർആൻ അവരെ വെല്ലുവിളിച്ചു. ഖുർആന് ഖുറൈശികളെ വെല്ലുവിളിച്ചു. എന്താ പറഞ്ഞത്? ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. അവർ പരസ്പരം സഹായികളായാലും നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിനു സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ. അല്ലാഹു അല്ലാത്ത നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ. അതായത് ഖുർആനിന് സമാനമായ ഒരു ഖുർആനോ അല്ലെങ്കിൽ അതിന് സമാനമായൊരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ. ഖുർആന് ഖുറൈശികളെ വെല്ലുവിളിച്ചതാ. അതിന് നിങ്ങളുടെ സഹായികളെ, അല്ലാഹു അല്ലാത്ത എല്ലാ സഹായികളെയും വിളിച്ചോളൂ എന്നാണ് ഖുർആന് ഖുറൈശികളോട് വെല്ലുവിളിച്ചത്. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പിൽക്കാലത്തും ആർക്കും സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ഇന്നും നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തോടെ മറ്റു വേദഗ്രന്ഥങ്ങളെല്ലാം പ്രാബല്യത്തിലില്ലാതെയായി. മനുഷ്യ കൈക്കടത്തലുകൾക്ക് വിധേയമായി. പ്രസ്തുത ഗ്രന്ഥങ്ങൾ വായിക്കാനും അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനും പാടില്ല. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കും. വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ ഇവിടെ ഖുർആനെ കുറിച്ചിട്ട് പാരഗ്രാഫ് നന്നായി മനസ്സിലാക്കുക. ഖുർആന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് എന്നും നിലനിൽക്കുന്നതാണ്. ഖുർആനിൻ്റെ അവതരണത്തോടെ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ പ്രാബല്യത്തിൽ ഇല്ലാതായിട്ടുണ്ട്. അതിലൊക്കെ മനുഷ്യ കൈക്കടത്തലുകൾക്ക് വിധേയമായി. പ്രസ്തുത ഗ്രന്ഥങ്ങളൊന്നും വായിക്കാനും അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനൊന്നും പാടില്ല. അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ. അപ്പോൾ ഇവിടെ നഖ്റഉ വനഫമും ഒക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇതിന്നൊക്കെ ചോദ്യങ്ങൾ വരും. എന്താണ് മുഅ്ജിസത്ത്? മുഅ്ജിസത്ത് എന്നാൽ എന്ത്? നബിമാരിൽ നിന്നുണ്ടാകുന്ന അസാധാരണ കാര്യമാണ് മുഅ്ജിസത്ത്. പിന്നെന്താണ്? ആമീൻ എന്നാൽ എന്താണ്? ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നമുക്ക് ഇതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വർക്കിൽ ആദ്യം വരുന്ന നുജുബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? ഖുർആനാണ്. അപ്പോൾ നമുക്കവിടെ ഖുർആൻ എന്ന് എഴുതാം. അടുത്ത ഖുർആൻ ആർക്കാണ് ശുപാർശ ചെയ്യുക? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക്
പാഠപുസ്തകം അപ്ഡേഷൻ വന്ന് ചുരുക്കിയത് കാരണം അതിൽ നിന്ന് പാഠത്തുനിന്ന് ഈ ചോദ്യത്തിൻ്റെ ആൻസറൊക്കെ പാഠബുക്കിൽ നിന്ന് ആ ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഖുർആൻ ആർക്കാണ് ശുപാർശ ചെയ്യുക എന്ന് വെച്ചാൽ അത് പാരായണം ചെയ്യുന്നവർക്കാണ്. അത് ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കാണ് ഖുർആൻ ശുപാർശ ചെയ്യുക. അപ്പോൾ അത് ആദ്യം ആ പാഠബുക്കിലുണ്ടായിരുന്നു, അന്ത്യനാളിൽ അത് ശുപാർശ ചെയ്യും ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക്. അപ്പോൾ അത് അവിടെയൊക്കെ എഴുതുക. അടുത്തെന്താണ്? മുസ്ലിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ്? അതും അതിൽ വരുന്നില്ല. ആരാണ്? ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിൽ ഉത്തമർ. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിൽ ഉത്തമർ. മനസ്സിലാക്കുക. ഖുർആൻ തീരെ മനപ്പാഠമില്ലാത്തവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനോടാണ് ഉപമിച്ചത്? ഇതൊന്നും അതിൽ വന്നിട്ടില്ല. നമുക്ക് പാഠബുക്ക് അപ്ഡേഷൻ വന്നത് കാരണം വർക്ക് അതുപോലെ വന്നതാണ്. അപ്പം എന്തിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചത്? അപ്പം ഞാനിവിടെ കാണിക്കുന്നത് പഴയ ബുക്കിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം വരെ 3ാം ക്ലാസ്സിൽ സ്കൂൾ മദ്രസയിലെ ബുക്ക് ഒന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നിങ്ങളെ പാഠബുക്കിൽ ഇത് തിരഞ്ഞു നടക്കണ്ട. ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവരെ പരിപാലനമില്ലാത്ത വീട് പോലെയാണ്. ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ പരിപാലനമില്ലാത്ത വീട് പോലെയാണ്. മനസ്സിലാക്കിയിട്ട് എഴുതുക. എതിർത്തവരെ ഖുർആൻ എങ്ങനെയാണ് വെല്ലുവിളിച്ചത്? എങ്ങനെയാണ്? ഇവിടെ ഡയപ്പെടുത്തുക. ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. അവർ പരസ്പരം സഹായികളായാലും നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരും. അള്ളാഹു അല്ലാത്ത നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ. ഇതാണ് ഖുർആൻ വെല്ലുവിളിച്ചത്. അടുത്ത ഇനി എന്താ? നുബയ്യിന് സിയാക്കാണ്. ഇതിന് വലിയ വശീകരണ ശക്തിയുണ്ട്. എന്താണ്? ഉത്തുബ ഖുറൈശികളോട് പറഞ്ഞതാണ്, മക്കക്കാരോട് പറഞ്ഞതാണ്. ഒരിക്കലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ഉത്തുബ ശ്രവിക്കാനിടയായി. വലിയ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. ഖുർആൻ വചനങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇത് നിങ്ങൾ പറയുന്നത് പോലെ കവിതയോ മാരണമോ ജ്യോത്സ്യമോ ഒന്നുമല്ല. തീർച്ചയായും ഇതിന് മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട്, അദ്ദേഹം മക്കക്കാരോട് പറഞ്ഞു. അപ്പം അത് മനസ്സിലാക്കി എഴുതട്ടാ. ഇതൊക്കെ പഠിക്കുക. എക്സാമിന് വിശദീകരിക്കാൻ വരും അവസാനത്തെ ചോദ്യമായിട്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുക. അടുത്തതിന് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഖുർആനിന് മുന്നിൽ അറേബ്യൻ ഡാഷ് സാമ്രാട്ടുകൾ മുട്ടുമടക്കി. ആരായിരുന്നു? അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ. അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ. അപ്പോൾ അത് അവിടേക്ക് എഴുതുക. അടുത്തത് ഖുർആനിന് തുല്യമായ ഒന്ന് കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഡാഷ് പോലും കഴിയില്ല. ആർക്കാണ്? ഒരുമിച്ചാൽ പോലും, മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. അപ്പോൾ അത് അവിടേക്ക് എഴുതി പൂർത്തിയാക്കുക. അടുത്തത് ഖുർആന്റെ അവതരണത്തോടെ മറ്റു ഡാഷ് പ്രാബല്യത്തിലില്ലാതായി. ഗ്രന്ഥങ്ങളെല്ലാം, വേദഗ്രന്ഥങ്ങൾ കേട്ടോ, മറ്റു വേദഗ്രന്ഥങ്ങളെല്ലാം പ്രാബല്യത്തിലില്ലാതായി. മനസ്സിലാക്കി എഴുതുക. അടുത്തതാ ഖുർആൻ ഡാഷ് നാൾ വരെ ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കും. എന്താണ്? അന്ത്യനാൾ വരെ, കിയാമത്ത് നാൾ വരെ. അന്ത്യനാൾ അതന്നെയാണ് കേട്ടോ, കിയാമത്ത് നാള്. ഖുർആൻ കിയാമത്ത് നാൾ വരെ ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കും. അടുത്തത് അഅ്ലമുൽ മുഅ്ജിസാത്ത് എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ഖണ്ഡിക എഴുതണം. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നോ ഈ പാരഗ്രാഫ്? വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ഇന്നും നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തോടെ മറ്റു വേദഗ്രന്ഥങ്ങളെല്ലാം പ്രാബല്യത്തിലില്ലാതായി. മനുഷ്യ കൈക്കടത്തലുകൾക്ക് വിധേയമായി. പ്രസ്തുത ഗ്രന്ഥങ്ങളെല്ലാം വായിക്കാനും അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനും പാടില്ല. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കും. അപ്പം ഇത്ര എഴുതി ഒരു പാരഗ്രാഫ് അവിടെ പൂർത്തിയാക്കാം. അടുത്ത എന്താണ് വരുന്നത്? ഇവിടെ ഉള്ള ഇതിൻ്റെ അർത്ഥം ഇവിടെയൊക്കെ എഴുതാനാണ്. എന്താണ്? കൊല്ലജിത്തമയിൽ ഇൻസു വൽ ജിന്നു അല യഅ്തൂന ബിമസ്ലിഹി ഹാദൽ ഖുർആന ലാ യഅ്തൂന ബിമസ്ലിഹി വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ലഹീറാ. എന്താണ്? അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞിരുന്നു, ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാനും മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. അവർ പരസ്പരം സഹായികളായാലും നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിനു സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ. അള്ളാഹു അല്ലാത്ത നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അവിടേക്ക് എഴുതി അത് പൂർത്തിയാക്കുക.
അപ്പോൾ ഇത്രയാണ് അഅ്ലമുൽ മുഅ്ജിസാത്ത് എന്നതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കുക, വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കുക, പഠിക്കുക. അല്ലാഹു തആല നല്ല വിജയം നൽകുമാറാവട്ടെ. പഠിച്ചതനുസരിച്ച് അമലുകൾ ചെയ്യാനൊക്കെ അല്ലാഹു തആല കഴിവുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ. നമുക്ക് ദുആ ചെയ്യാം. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. വീഡിയോ എല്ലാവരും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.